രാത്രി 11:30. ചെന്നൈയിൽ നിന്നും മധുര രാമേശ്വരം വഴി ധനുഷ്കോടിയിലേക്ക് പോകുന്ന ബോട്ട്മെയിൻ എന്ന ട്രെയിൻ പാമ്പൻ പാലത്തിലൂടെ സഞ്ചരിക്കുന്നു. അവസാന സ്റ്റോപ്പായ ധനുഷ്കോടിയിലേക്ക്. ധനുഷ്കോടിയിലേക്ക് വിനോദയാത്ര പോകുന്ന കുറച്ച് സ്കൂൾ കുട്ടികളും ശ്രീലങ്കയിലെ തേയിലത്തോട്ടങ്ങളിൽ ജോലിക്കായി പോകുന്ന മലയാളികളും തമിഴരുമടങ്ങിയ തൊഴിലാളികളുമായിരുന്നു ആ ട്രെയിനിൽ. ട്രെയിൻ ധനുഷ്കോടി സ്റ്റേഷനെ സമീപിക്കുന്നതിന് മുമ്പ് ലോക്കോ പൈലറ്റ് ഒരു കാര്യം മനസ്സിലാക്കി. റെയിൽവേ പാതയിൽ സ്ഥാപിച്ചിരിക്കുന്ന സിഗ്നൽ ലൈറ്റ് പ്രവർത്തിക്കുന്നില്ല. ട്രെയിൻ അല്പസമയം നിർത്തിയിട്ടു. ശേഷം എഞ്ചിൻ ഡ്രൈവർ സിഗ്നലിനായി കാത്തെങ്കിലും നിരാശയായിരുന്നു ഫലം. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് ട്രെയിൻ മുന്നോട്ടെടുക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. എതിരെ മറ്റു ട്രെയിനൊന്നും വരാനില്ലെന്ന വിശ്വാസത്തിൽ മുന്നോട്ടു പോയ എഞ്ചിൻ ഡ്രൈവർ ഒരു കാഴ്ച കണ്ട് അന്താളിച്ചു. മുന്നോട്ട് നീണ്ടുകിടക്കുന്ന പാളങ്ങൾ ഉൾപ്പെടെ കടലിനെ ഒന്നാകെ എടുത്തുയർത്തിക്കൊണ്ടുവരുന്ന ഭീകരമായ കൊടുങ്കാറ്റ്. ഒന്നും ചെയ്യാനില്ലായിരുന്നു. 110 യാത്രക്കാരും 5 ജീവനക്കാരും ഉൾപ്പെടെ ആ തീവണ്ടിയെ കടലിന്റെ അഗാധതയിലേക്ക് കാറ്റ് വലിച്ചെറിഞ്ഞു. ഒരുപക്ഷെ ഇന്ന് കേട്ടാൽ ആരും വിശ്വസിക്കാത്ത ഇന്ത്യ സിലോൺ റെയിൽപാതയുടെ വർത്തമാനം ചരിത്രമായ നിമിഷമായിരുന്നു അത്. നമ്മുടെ കേരളത്തിലെ കൊല്ലത്തോ കോട്ടയത്തോ ഉള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്നെടുത്ത ഒരു ട്രെയിൻ ടിക്കറ്റ് കൊണ്ട് ശ്രീലങ്കയിലെ കൊളംബോ വരെ പോകാമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നുവെന്ന് ഇന്ന് പലർക്കും വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. പക്ഷേ അങ്ങനെയൊന്നുണ്ടായിരുന്നു. ശ്രീലങ്കയിലേക്ക് സ്ഥിരമായ യാത്രാ ബോട്ടുകളുടെ സർവീസും ഉണ്ടായിരുന്നു. മെഡ്രാസിൽ നിന്നും കൊളംബോയിലേക്ക് ഇൻഡോ സിലോൺ എക്സ്പ്രസ് എന്ന പേരിൽ റെയിൽവേ ബോട്ട് സർവീസ് നിലവിലുണ്ടായിരുന്നത്രേ. കൊടുങ്കാറ്റ് തുടർന്നുള്ള 2 രാത്രികൾ കൂടി നാശം വിതച്ചു. ഏതാണ്ട് 1800 പേർ മരിച്ചുവെന്നാണ് ഔദ്യോഗിക കണക്ക്. ഇന്ത്യ സിലോൺ റെയിൽപാതയും അന്നത്തെ തമിഴ്നാടിന്റെ ഏതൊരു ടൗണിനോടും കിടപിടിക്കുന്ന ധനുഷ്കോടി എന്ന പട്ടണവും ആ ദിവസത്തോടെ ചരിത്രമായി. മറ്റെല്ലാ നഗരങ്ങളിലുമെന്ന പോലെ സ്കൂളുകളും ദേവാലയങ്ങളും ബാങ്കും റെയിൽവേ സ്റ്റേഷനുമൊക്കെയുള്ള ഒരു പട്ടണം ഇന്ന് കെട്ടിടങ്ങളുടെ അസ്ഥിപഞ്ജരങ്ങൾ മാത്രം വഹിച്ചുകൊണ്ട് ഏകനായി നിൽക്കുന്നു. അകലെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പാമ്പൻ പാലത്തിന് സമാന്തരമായി പഴയ റെയിൽപാതയുടെ ഓർമ്മകൾ നിലനിർത്താൻ കുറേ കോൺക്രീറ്റ് തൂണുകളും. ശ്രീലങ്കയുടെ കണ്ണിലെ കരടായിരുന്ന LTTE രൂപം കൊള്ളുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ ഇന്ത്യയും ശ്രീലങ്കയുമായുള്ള വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ വളർന്നിരുന്നത് ധനുഷ്കോടിയുടെയും അതുവഴി ഇന്ത്യ സിലോൺ പാതയുടെയും സഹായത്തോടെയായിരുന്നു. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി മദ്രാസ് ദേശീയ പാതയിൽ രാമനാഥപുരം ജില്ലയിലെ രാമേശ്വരത്തിനടുത്തുള്ള കൊച്ചുതുരുത്താണ് ധനുഷ്കോടി. ഒരു കാലത്ത് രാമേശ്വരത്തേക്കാൾ പ്രതാപമുണ്ടായിരുന്നു ധനുഷ്കോടിക്ക്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് റെയിൽ വഴി ബന്ധിപ്പിച്ചിരുന്ന ഇവിടെ ശ്രീലങ്കയിൽ നിന്ന് ചരക്ക് കപ്പലുകൾ വരാറുണ്ടായിരുന്നു. എന്നാൽ അന്നുണ്ടായ കൊടുങ്കാറ്റിലും ആഞ്ഞടിച്ച തിരമാലകളിലും നഗരം പാടേ തകർന്നു. ആശുപത്രികൾ, സ്കൂൾ എല്ലാം കടലെടുത്തു. ഡിസംബർ 25-നാണ് ദുരന്തം പുറം ലോകം അറിയുന്നത്. അന്നത്തെ ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ഏതാണ്ട് 500 ശവശരീരങ്ങൾ ധനുഷ്കോടിയിൽ അടിഞ്ഞിരുന്നു എന്നാണ്. ഇവിടുത്തെ മരണസംഖ്യ 2000 കവിയും. പിൽക്കാലത്തുണ്ടായ ശ്രീലങ്ക വംശീയ പ്രശ്നം പ്രദേശത്തിന്റെ അല്പമാത്ര വികസനത്തിന് പോലും തടസ്സം നിന്നു. പഴയ ധനുഷ്കോടി നഗരം ഇന്ന് പ്രേതനഗരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ധനുഷ്കോടിയിൽ നിന്നും ശ്രീലങ്കയിലെ തലൈമന്നാറിലേക്ക് വെറും 31 കിലോമീറ്റർ ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേരളത്തിൽ നിന്ന് ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ നിന്നെടുത്ത ഒരു ട്രെയിൻ ടിക്കറ്റ് കൊണ്ട് ശ്രീലങ്കയിലെ കൊളംബോ വരെ പോകാമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് പലർക്കും അത്ഭുതമായിരിക്കും. എന്നാൽ അത് സാധ്യമായിരുന്നു. മദ്രാസ് എഗ്മോറിൽ നിന്നും ധനുഷ്കോടി വരെ ട്രെയിൻ. ധനുഷ്കോടിയിൽ നിന്നും ശ്രീലങ്കയിലെ തലൈമന്നാർ വരെ SL ഇർവിൻ എന്ന ആവിക്കപ്പൽ. തലൈമന്നാർ മുതൽ കൊളംബോ വരെ വീണ്ടും ട്രെയിൻ. കോട്ടയത്തു നിന്നോ കൊല്ലത്തു നിന്നോ പുറപ്പെടുന്നവർ കണക്ഷൻ ട്രെയിനിൽ മധുര വരെ എത്തുകയും അവിടെ നിന്ന് ബോട്ട് മെയിലിൽ യാത്ര തുടരുകയുമായിരുന്നു പതിവ്. പക്ഷെ ഇതിനെല്ലാം ഒറ്റ ടിക്കറ്റ് മതിയെന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രത്യേകത. പഴയ കൊല്ലം ചെങ്കോട്ട മീറ്റർ ഗേജ് പാതയാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നത്. ട്രെയിൻ ധനുഷ്കോടിയിലെത്തുമ്പോൾ അവിടെ ട്രെയിനിനെ കാത്ത് SS ഇർവിൻ എന്ന ആവിക്കപ്പൽ കിടക്കുന്നുണ്ടാവും, ഇന്ത്യയിലേക്ക് വരുന്ന യാത്രക്കാരെയും കൊണ്ട്. ഇന്ന് പല പാശ്ചാത്യ രാജ്യങ്ങളിലും കാണുന്നത് പോലെ റെയിൽ പാളങ്ങൾ അവസാനിക്കുന്നിടത്ത് തന്നെ കസ്റ്റംസും എമിഗ്രേഷനും നടത്തി നേരെ കപ്പലിലേക്ക് പ്രവേശിക്കുന്ന തരത്തിലുള്ള ഒരു യാത്രാ സംവിധാനമായിരുന്നു അത്. അക്കാലത്ത് ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലേക്കും തിരിച്ചും വിസ ആവശ്യമില്ലായിരുന്നു. ട്രെയിനിൽ വരുന്ന ലങ്കയിലേക്കുള്ള യാത്രികരെയും കൊണ്ട് കപ്പൽ ശ്രീലങ്കയിലേക്ക് തിരിക്കുമ്പോൾ അവിടുന്നുള്ളവരെയും വഹിച്ചുകൊണ്ട് ട്രെയിൻ തിരികെ പോരുന്നു.
കപ്പലിന്റെ യാത്ര ശ്രീലങ്കയിലെ തലൈമന്നാറിൽ അവസാനിക്കുന്നു. അവിടെ നിന്നും കൊളംബോ വരെ വീണ്ടും ട്രെയിൻ യാത്ര. ശ്രീലങ്കയ്ക്ക് ഏത് നിമിഷവും ഇന്ത്യയിലേക്ക് വരാമെന്ന അവസ്ഥ, അതുപോലെ തിരിച്ചു. തമിഴ്നാട്ടിലെ പാമ്പൻ ദ്വീപിനെ സമുദ്രം വഴി ധനുഷ്കോടിയുമായി ബന്ധിപ്പിക്കുന്ന ചരിത്രപ്രസിദ്ധമായ പാലമാണ് പാമ്പൻ പാലം. പാക് കടലിടുക്കിന് കുറുകെ 1914 പണി പൂർത്തിയായ ഈ പാലം അന്നത്തെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്നായിരുന്നു. കപ്പലുകൾക്ക് കടന്നുപോകാൻ പാലം വിഭജിച്ച് ഉയർത്തുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണമെന്നതാണ് കാരണം. പാമ്പൻ പാലം പൂർത്തിയായ 1914 തുടങ്ങിയതാണ് ഇന്ത്യ സിലോൺ എക്സ്പ്രസ് എന്ന ബോട്ട് മെയിൽ. അന്നുവരെ ഇന്ത്യ കണ്ട ആ വലിയ ദുരന്തത്തിൽ പാമ്പൻ പാലത്തിന്റെ തകർച്ചയും ധനുഷ്കോടിയിൽ മനുഷ്യജീവനില്ലാതായതും അതുവഴി ശ്രീലങ്കയിലേക്കുള്ള ഗതാഗതത്തെ അവസാനിപ്പിച്ചു. ഇന്ന് ധനുഷ്കോടി വെറും പ്രേത നഗരിയാണ്. ദുരന്തത്തിനു ശേഷം തമിഴ്നാട് സർക്കാർ ചാർത്തിക്കൊടുത്ത പേരാണത്. ഈ മഹാദുരന്തത്തിനു ശേഷം തമിഴ്നാട് സർക്കാർ ധനുഷ്കോടിയുടെ പുനരുദ്ധാരണത്തിൽ താൽപര്യം കാണിച്ചില്ല. എങ്കിലും വിനോദസഞ്ചാരം ലക്ഷ്യമിട്ട് രാമേശ്വരം വരെ മലയാളികളുടെ അഭിമാനമായ എഞ്ചിനീയർ ഇ ശ്രീധരന്റെ നേതൃത്വത്തിൽ പുതുക്കിപ്പണിത പാമ്പൻ പാലമാണ് ഇപ്പോഴുള്ളത്. രാമേശ്വരം വരെ ട്രെയിൻ ഇപ്പോഴുമുണ്ട്. ഇപ്പോഴും രാമേശ്വരത്തേക്ക് പാമ്പൻ പാലത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് കാണാൻ കഴിയും ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ആ പഴയ ബന്ധത്തിന്റെ ഓർമ്മപ്പെടുത്തൽ പോലെ കടലിന്റെ അവിടെ ഇവിടെയായി പഴയ പാലത്തിന്റെ അവശിഷ്ടങ്ങളെ.